മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളുടെ വലിയ കുടുംബമേ, എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് വലിയ തിരുനാൾ ദിവസമാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ വലിയ കരുണ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ സെൻറ്റ് ജോർജിൻ്റെ തിരുനാൾ ദിവസമാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, എനിക്കത് കുറച്ചൊക്കെ പുതിയ അറിവാണ്. അതായത് കത്തോലിക്ക സഭയിൽ സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള 14 വിശുദ്ധരുടെ ഏറ്റവും ആദ്യത്തെ പേര് സെൻറ്റ് ജോർജിൻ്റെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടേതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പൗരസ്ത്യ സഭകളും എല്ലാ സഭകളിലും വലിയ ഒരു ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകം നിങ്ങളെല്ലാവരും ഓർത്തിട്ടുണ്ട്. അഭിവന്തി പിതാക്കൾ, ഈ നാമധേയം ഈ പേരുള്ള അഭിവന്തി പിതാക്കന്മാർ തുടങ്ങി ഒരുപാട് പേര് ജോർജിൻ്റെ പേരുള്ള എല്ലാവരും ഓർക്കുന്നു കേട്ടോ. പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഓർക്കുന്നു കേട്ടോ. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, PDM പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി മോണസ്ട്രി വൈദിക സമൂഹം സെമിനാരി വിദ്യാർത്ഥികൾ, അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം, ഈ തിരുനാൾ ദിവസമാണ് ഭൂമിയിൽ PDM സംജാതമായി 6 വർഷം പൂർത്തിയായി 7ാം വർഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഞങ്ങൾ വലിയ ഒരു ദൈവത്തിൻ്റെ കരുണയാൽ അഭിവന്യ ജേക്കബ് മാനത്തോർത്ത് പിതാവിൻ്റെ കൂട്ടായ്മയിൽ താങ്ക്സ് ഗിവിംഗ് മാസൊക്കെ ആയിരുന്നു ഇന്ന്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഞാൻ ഓർക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ എത്ര വലിയ അനുഗ്രഹമാണ്. സഭയിൽ, സീറോ മലബാർ സഭയിൽ അതിൻ്റെ എല്ലാ അംഗീകാരവും ഔദ്യോഗികമായിട്ട് പെർമനൻസിൻ്റെയൊക്കെ അനുവാദത്തോടു കൂടി എല്ലാം കർത്താവ് PDM-നും ASJM-നും ലഭിച്ചു കഴിഞ്ഞു. വലിയൊരു അനുഗ്രഹമാണത്. അപ്പോൾ നിങ്ങൾ ഈശോയെ നന്ദി പറയാണ്. ഈശോ പിന്നെ സംജാതമാകാൻ ഭൂമിയിൽ പ്രത്യേകമായിട്ട് അതിനെ സ്ഥാപിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച് അഭിവന്തി ജേക്കബ് മാനത്തോർത്ത് പിതാവിനെയും ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാലച്ചനെയും മദർ ഏമി അമ്മാവനെ ASJM സിസ്റ്ററിനെയും പിന്നെ എളിയ ദാസനെയാണ് 4 പേരുടെ ഒരു പ്രത്യേകമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഞങ്ങളോട് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് PDM-ന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാലോ എൻ്റെ സഹോദരങ്ങളെ, അല്ലേ? കർത്താവിൻ്റെ ഒരു അനുഗ്രഹമല്ലേ. ഇനി അടുത്തൊരു കാലഘട്ടം അല്ലേ, പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നല്ലൊരു തലക്കെട്ടാണ്. എങ്ങനെ ഒരാളെ ഉണർത്താം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ ചെറുപ്പത്തിലേക്ക് ഓർക്കുന്നുണ്ട്, ചിലപ്പോൾ ഉറക്കം നടിച്ച് കിടക്കുന്ന പിന്നെ ഉണർത്താൻ ഒരു രക്ഷയില്ല. ചിലപ്പോൾ ചില കുട്ടികൾ രാവിലെ എന്ത് ചെയ്താൽ, കുട്ടികളൊന്നല്ല ചില ആൾക്കാരൊക്കെ രാവിലെ എന്ത് ചെയ്ത് കുലുക്കി കുളിച്ച് വിളിച്ചാലും വെള്ളം ഒഴിച്ചാലും എഴുന്നേക്കാലും അലാറം എത്ര ഓഫാക്കിയാലും, പക്ഷേ ഇതൊരു ഭൗതികമായ അല്ലെങ്കിൽ ശാരീരികമായ ഉറക്കത്തെക്കുറിച്ചാണെങ്കിൽ പത്രോസിക 2-ാമത്തെ ലേഖനത്തെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ മനോഹരമായൊരു വചനമുണ്ട്. പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സ്ലീഹ പറയുക. എന്തൊരു നല്ല വചനങ്ങളെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഞാൻ ഈ കൂടാരത്തിലായിരിക്കുന്നിടത്തോളം, കൂടാരത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാണുന്നത് വേണം വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ കളിമൺ കൂടാരം, ഈ ശരീരത്തിൽ എൻ്റെ ആത്മാവായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്ന് പറയാം ആയിരിക്കുന്ന അത്രയും കാലം പത്രോസ്ലീഹ പറയുകയാണ്, ഞാൻ പല കാര്യങ്ങൾ ഓർമ്മിച്ചാണ്. എന്നാൾ പറഞ്ഞത് തന്നെയാണ് അല്ലേ, പിള്ളേരോട് അല്ലേ, നമ്മൾ കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന പോലെ, വികാരിച്ചും പള്ളിയിൽ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന പോലെ, അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ ആവർത്തിച്ച് നിങ്ങളോട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് അറിയത്തില്ലാത്തതൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സന്ധ്യാപ്രാർത്ഥന എല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. ഇടയ്ക്ക് കുമ്പസാരിക്കണം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുക. അപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ആൾക്കാർ, ഇത് എനിക്കറിയാൻ പറ്റില്ല എന്തിനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓർമ്മപ്പെടുത്തൽ ഒരു ഉണർത്തലാണ്. ശരിയാണല്ലോ, നമ്മൾ ചെയ്തില്ലല്ലോ, റെഡിയാകണമല്ലോ. അപ്പോൾ ആ ഉണർത്തൽ വഴി, അതങ്ങനെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുവാന്ന് പറഞ്ഞൊരു സ്ലീഹ ഈ ലേഖനം എഴുതുക. അതുതന്നെ എൻ്റെ സഹോദരങ്ങളെ, അറിയാതെ മറന്നു പോകുന്നവരുണ്ടാകും, മനഃപൂർവ്വം മറന്നു പോകുന്നവരുണ്ടാകും, ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലേ? വചനം വായിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ധ്യാനം കൂടുന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു വചനമാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട വചനങ്ങളാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളെ പറഞ്ഞ് മടുത്തു എന്ന് വിചാരിച്ച് പുറകോട്ട് മാറരുത്, ഓർമ്മപ്പെടുത്തുക. അപ്പോൾ വലിയൊരു ഉണർവുണ്ടാവും അല്ലേ? ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി ദൈവത്തിന് കാരണം അല്ലേ, ഒരു ഉണർവ് വരികയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ലൊരു ഉണർവ് വരികയാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തലൊരു ഉണർത്തലാണ്, ഉണർവാണ് അല്ലേ? നമുക്കത് ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ കർത്താവ് ഇവരെ ഓരോരുത്തരെ ആശീർവദിക്കും. വിശുദ്ധ ഗീവർഗീസിൻ്റെ സെൻറ്റ് ജോർജിന് പ്രത്യേകമായ ഒരു മധ്യസ്ഥവും സഹായവും ഞങ്ങൾ ചോദിക്കുകയാണ്.
കർത്താവായ ദൈവമേ, ഇവരുടെ പ്രത്യേകം നിയോഗങ്ങളെയൊക്കെ പ്രത്യേകം വിശുദ്ധ ഗീവർഗീസിൻ്റെ മധ്യസ്ഥതയാൽ സാധിച്ചു കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. അതേപോലെ ക്ഷുദ്രജീവികളുടെ ഉപകളിൽ കാത്തു സൂക്ഷിക്കണം. എന്തൊക്കെയാണ് വിശുദ്ധ ഗീവർഗീസിനെ പോലെ വലിയ സാക്ഷ്യം വഹിക്കാനുള്ള കൃപയും ധൈര്യവും ഞങ്ങൾക്ക് തരണം. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. PDM-നും STM-നും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവർ ഓരോരുത്തരും അനുഗ്രഹിക്കുകയാണ്. കാരണം ഇവരുടെ കുടുംബങ്ങളെ പ്രത്യേകം കാത്തോളണമേ. എല്ലാ ദുഷ്ടാരും പൈശാചിത്യങ്ങളെ ശല്യങ്ങളെ ബാധകളെ ബോധങ്ങളെ യേശു നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഇവിടേക്ക് ആട്ടിപ്പായിക്കുന്നു. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഈശോ നിങ്ങളുടെ അടുത്ത് വരുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.